തിരുവനന്തപുരം സ്വദേശി സംഗമം സംഘടിപ്പിച്ച അനന്തോത്സവം ജിദ്ദയ്ക്ക് ആഘോഷമായി. പിന്നണി ഗായകരായ അക്ബർ ഖാൻ, അഞ്ജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകിയ സംഗീത വിരുന്നായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജിദ്ദയിലെ തിരുവനന്തപുരം സ്വദേശി സംഗമത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കലാസാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചത്. അനന്തോത്സവം 2025 എന്ന പേരിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും വ്യത്യസ്തമായ കലാവിരുന്നുകൾ കൊണ്ടും ശ്രദ്ധേയമായി. പിന്നണി ഗായകരായ അക്ബർ ഖാൻ, അഞ്ജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകിയ സംഗീത വിരുന്നായിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം. सिफारिश जो करता हमारी देता वो तुमको बता शर्माया के पर्दे गिरा के करनी है हमको खता. ജിദ്ദയിലെ പ്രമുഖ ഗായകരും കലാകാരന്മാരും TSS കുടുംബാംഗങ്ങളും കലാപരിപാടികളിൽ പങ്കെടുത്തു. വൈവിധ്യമാർന്ന നൃത്തങ്ങൾക്ക് പ്രമുഖ നൃത്തവിദ്യാലയങ്ങളും നേതൃത്വം നൽകി. പ്രസിഡന്റ് തരുൺ രത്നാകരന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഇന്ത്യൻ കോൺസുലേറ്റിലെ ഹജ്ജ് കോൺസൽ മുഹമ്മദ് അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. TSSന്റെ നാസർ മെമ്മോറിയൽ അവാർഡ് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ മസൂദ് ബാലറാം മൂപുരത്തിനും മഹേഷ് വേലായുധൻ സ്മാരക അവാർഡ് എഴുത്തുകാരി റജിയ വീരാനും ചടങ്ങിൽ സമ്മാനിച്ചു. ഷജീർ കണിയാപുരം, മുഹമ്മദ് നബീൽ എന്നിവരെയും ആദരിച്ചു. ഹാഷിം കല്ലമ്പരം, നജീബ് വഞ്ഞാറമൂട്, TSS എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷരീഫ് പള്ളിപ്പുറം സ്വാഗതവും ഷാഹിൻ ഷാജഹാൻ നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ.